ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിനൊപ്പം ഒന്നിച്ചുള്ള പ്രവർത്തനം ചാത്തമംഗലം പഞ്ചായത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചതായി MLA PT റഹീം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും 5 വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചും വിലയിരുത്തിയും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. REC GVHSSൽ നടന്ന പരിപാടി PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനൊപ്പം ഒന്നിച്ചുള്ള പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിച്ചതായി MLA പറഞ്ഞു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ഈ കഴിഞ്ഞ കാലത്ത് പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൂടിച്ചേരലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്തു, ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇനി ഗ്രാമപഞ്ചായത്തിന് എന്ത് ചെയ്യാനുണ്ട്, ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഓളിക്കൽ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളുടെ അവതരണവും ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കൽ, ചർച്ച എന്നിവ നടന്നു. ഹരിതകർമ്മ സേനയെയും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. 23 വാർഡുകൾ ഉൾപ്പെട്ട പഞ്ചായത്തിൽ കോഴിക്കോട് മലപ്പുറം അതിർത്തി പങ്കിടുന്ന കൂളിമാട് പാലം ഉൾപ്പെടെ 4 എണ്ണം യാഥാർത്ഥ്യമായി. ചൂലൂർ PHCയിൽ സ്വന്തം കെട്ടിടം, 9 സർക്കാർ സ്കൂളിൽ ഹൈടെക് കെട്ടിടം തുടങ്ങി നിരവധി വികസന നേട്ടങ്ങളാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. ചാത്തമംഗലത്തെ കെട്ടാങ്ങൽ ജില്ലയിൽ ഏറ്റവും മികച്ച ശുചിത്വമുള്ള ടൗണായി പ്രഖ്യാപിച്ചതും ഈ അടുത്തായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മിനി ജയ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് M സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സദസ്സിന്റെ ഭാഗമായി ജോബ് ഫെസ്റ്റും കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാജു കാഡോ കരാട്ടെ മാർഷൽ അക്കാദമി, എരഞ്ഞിക്കൽ